റൈറ്റ് ലെഫ്റ്റ്. മാം 2, നമുക്ക് 2. 1 2 ആയി. 2 അങ്ങനെ 4 ആയി. 4 പിന്നെ 8 ആയി. ഇതെന്താ കുടുംബാസൂത്രണത്തിന് പടം വരച്ച് കളിക്കാ? ദേ പറഞ്ഞില്ലെന്ന് വേണ്ട, നാളത്തേക്ക് മാസം 3 ആയി. ഈശ്വര, കുഴപ്പമായോ? 2 എണ്ണത്തിനെ തന്നെ പോറ്റാൻ പെടുന്ന പാട്. അയ്യടാ, മോളുടെ ഫീസ് കൊടുത്തിട്ട് മാസം 3 ആയിന്നാ ഞാൻ പറഞ്ഞത്. അയ്യോ തങ്കം, നീ എന്നെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ചേച്ചി പുട്ടുകുറ്റി, ഇഡലി ചെമ്പ്, സ്റ്റീൽ പാത്രം എല്ലാം ഉണ്ട്. വളരെ വില കുറവാണ്. സാധനത്തിന് ഉള്ളപ്പ കാശ് തന്നാ മതി. അയ്യോ, ഉള്ളപ്പ കാശ് തന്നാ മതിയോ? ഉള്ളപ്പ തന്നാ മതി ചേച്ചി. ചേച്ചി ഒന്ന് പിടിച്ചങ്ങോട്ട് ഇറക്ക്. സൂക്ഷിച്ച് പതുക്കെ. കാശ് ഉള്ളപ്പ തന്നാ മതി. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അയ്യോ എന്താ പറ്റി? എന്താ എന്താ കളയോ? കിടന്ന കാറടി. ബുദ്ധി വേണം, ബുദ്ധി. നിനക്ക് പോയത് 1 ഗ്രാം തങ്കത്തിന്റെ മുക്ക് കൊണ്ടോ അറിയോ? കിട്ടിയതോ നല്ല അസൽ സ്റ്റീൽ പാത്രങ്ങൾ. പൊട്ടുകുറ്റിയില്ല, ഇഡലി പാത്രമില്ല എന്നുള്ള പരാതിയായിരുന്നല്ലോ. പലഹാര പാത്രങ്ങൾ എല്ലാം ഉണ്ട്. എന്താ പോലെ? പക്ഷെ മോന്തേട്ട, കോളനിക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് 10 പവന്റെ 10 മാറ്റുള്ള ഒറിജിനൽ 916 മാലയാന്ന്. എന്നാ പിന്നെ അവർക്കുള്ളിൽ നിന്ന് ഓർക്ക കരഞ്ഞു. കര കര. അയ്യോ കള്ളൻ, കള്ളൻ. അയ്യോ ഓടി വരണേ, ഓടി വരണേ. 10 പവന്റെ മാല കള്ളം പിടിച്ചോടിച്ചോണ്ട് പോയേ. മതി മതി. അയ്യോ വരണേ, വരണേ, ഓടി വരണേ, എല്ലാരും വരണേ. അതെ, എവിടെ കഴുത്തെ 10 പവന്റെ മാല കള്ളൻ അടിച്ചോണ്ട് പോയി. ആ പാത്രക്കച്ചവടക്കാരനാണോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അവൻ ഈ കോളനി കിടന്ന് കറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി വരുമ്പോ എന്റെ മാലയെ പൊട്ടിച്ചാണ് ഒറ്റ ഓട്ടം. ഞാൻ ഓട്ടം വെച്ചു, കാരണം ബുക്ക് കൊണ്ട്. ഇത് അതുപോലെയാണോ? 10 പവന് തനി തങ്കം എന്ന് പറഞ്ഞാൽ കാശ് എത്രയാവും ഇല്ലേ? പിന്നെ മാറുവാമ്പേ കാര്യം. നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? പരാതി ഒന്നും വേണ്ട. അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ. പോട്ടെ, നിവർത്തിയോടുണ്ടായിരിക്കും. പശ്ചാത്തപിച്ച് തിരിച്ചു തരുന്നെങ്കിൽ തരട്ടെ. ഇനി അതല്ല, അതുകൊണ്ടാണ് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ഈ സ്റ്റീൽ പാത്രം കൊണ്ട് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ലേ തങ്കം? പിടിക്ക്. അയ്യോ, മാലയ്ക്ക് പകരം പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാമോ? പാത്രം കഴുത്തിട്ട് നടക്കുവോ? നല്ല ഐശ്വര്യമുള്ള പുട്ടൂറ്റിയ. എത്ര പെട്ടെന്നാണെന്നറിയോ ആവി വന്നത്? നീ അങ്ങോട്ട് ഇരുന്നേ. ഈ പുട്ടൂറ്റി കണ്ടപ്പോ എനിക്കൊരു ബുദ്ധി തോന്നുന്നു. 1 ഗ്രാം തങ്കത്തിന്റെ കുറച്ച് മുക്കുവണ്ണം കൂടെ നമുക്ക് വാങ്ങിച്ചാലോ? ആരെ പറ്റിക്കാനാ? ആ പാത്ര കച്ചവടക്കാരൻ 7 ജന്മം എടുത്താലും ഇനി ഈ വഴിക്ക് വരില്ല. ഒരു നിമിത്തമായിട്ട് അവനെ ദൈവം പറഞ്ഞു വെച്ചതാ. ഇനി നീ വിചാരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. മൂന്നിട്ട് എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബാങ്കിലെ സ്വർണ്ണ ഉരപ്പുകാരനാണല്ലോ നിന്റെ അച്ഛൻ. കുറച്ച് മുക്കുവണ്ട വാങ്ങിച്ച് സ്വർണ്ണ ഉരുപ്പടിയായി നമ്മൾ പണയം വെക്കുന്നു. നിന്റെ അച്ഛനൊന്ന് മനസ്സ് വെച്ചാ നമ്മൾ രക്ഷപ്പെടും. അയ്യോ, അത് ചതിയല്ലേ? എന്ത് ചതി? ഒരു ചതിയില്ല. വേറെ 1 മാസത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. ആ പണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഇട്ടാൽ 1 മാസം കൊണ്ട് നമുക്ക് മുക്കുവണ്ണം തിരിച്ചെടുക്കാം. മൂന്നെണ്ണ അറിയാലോ, അച്ഛൻ റിട്ടയർഡ് ആവാൻ ഇനി 3 മാസേ ഉള്ളൂ. വെറും ഒരേ 1 മാസത്തെ റോളിംഗ്. വല്ല പോലീസ് കേസും ആയാലോ? ഒന്നും സംഭവിക്കില്ല. നമ്മുടെ മക്കളെ നമുക്ക് ഐ ടി കാരാക്കണ്ടേ? ശിവരാമകൃഷ്ണ പോലെ നമുക്കും വേണ്ടേ കാറ്? നീ വെറും തങ്കമല്ല, 1 ഗ്രാം മാറ്റുള്ള തനി തങ്കമാ. സ്ത്രീകളുടെ കയ്യൊപ്പ് ലോകത്താർക്ക് വേണേലുള്ള, പക്ഷെ സാറിന്റെ ഭാര്യയുടെ കയ്യൊപ്പ് അത് സാറിനല്ലാതെ വേറെ ആർക്കൂടാൻ പറ്റിയല്ല. അതറിയാവോ? ഏതറിയാവോ? അതറിയാവോ? അവളെങ്ങാണ് പറഞ്ഞ അതോടെ തീരും. അതറിയാവുന്ന ഞാൻ ചോദിച്ചേ. ഈ നക്കി കുറുപ്പിനെ കൊണ്ട് ഒരു സൈറ്റ് എടുപ്പിക്കാമെന്ന് നീ ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഒറിജിനൽ പോലും നോക്കാതെ ഞാൻ അറ്റസ്റ്റ് ചെയ്തു തരുന്നു. ഒടുവിൽ കുറുപ്പിന്റെ ഉറപ്പ് പോലെ ആവൂടെ? വല്ലാത്ത ചിരിയാണല്ലോ അത്. ഞാനല്ലേ സാറേ ഗ്യാരണ്ടി. ഇത് കണ്ടില്ലേ സാറേ, അയാൾ തന്ന അഡ്വാൻസാ. കരള് കത്തിപ്പോവും. വെള്ളം ചേർത്തടിയുടെ സംഗതി ഞാൻ വാട്ടർ അതോറിറ്റിയാ, പക്ഷെ വെള്ളം എനിക്ക് അലർജിയാ. കൊണ്ടുപോടെ.
അതെ സാറേ, ഇന്ന് നമ്മുടെ യൂണിയന്റെ പിക്കറ്റിംഗ് നടക്കുക കളക്ടറേറ്റില്. സാർ വരുന്നില്ലേ? എന്താ കാര്യം? ജോലി ഭാരം കൂട്ടുക, അല്ല ജോലി ഭാരം കുറയ്ക്കുക, DA കൂട്ടുക, എല്ലാ ശനിയാഴ്ചയും അവധി ദിവസമായിട്ട് പ്രഖ്യാപിക്കുക. ഇന്ന് ശനിയാഴ്ചയാണോ? ആണല്ലോ. ഇപ്പഴാ ഓർത്തത്. സാറിന്റെ ഈ ആഴ്ചയിലെ കന്നിമാസം ഇന്നല്ലയോ സാർ? ആ ശിവേട്ടാ. പപ്പക്കുട്ടി, അലുവ നിനക്ക് ഇഷ്ടമാണല്ലോ. അലുവയോ? അതെ, നിന്റെ ഫേവററ്റ്. കറുത്തതോ വെളുത്തതോ? അല്ലെങ്കിൽ വേണ്ട, ബനാന അലുവ വാങ്ങാല്ലേ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള പേസ്ട്രി ചോക്ലേറ്റ് വേണോ അതോ ബ്ലാക്ക് കറന്റ് വേണോ? ഇതെന്ത് പറ്റി? ചെറിയൊരു ഷോപ്പിംഗ്. അപ്പോഴാണ് നിന്നെ ഓർമ്മ വന്നത്. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാ വെക്കട്ടെ. പപ്പിക്കുട്ടി, ദാ ഇതൊന്ന് പിടിച്ചേ. ബേക്കറി ഐറ്റംസാ. പിന്നെ നല്ലൊരു നൈറ്റ് കണ്ടു, വാങ്ങിച്ചു. നിനക്ക് നന്നായിട്ട് ചേരും. ഇപ്പൊ തന്നെ ഒന്നിട്ടെ. സുനാമി പോലെ പ്രതീക്ഷിക്കാതെ വന്ന ഈ സ്നേഹം എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാനാ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ദേഹത്ത് തൊടരുത്. 3-10-17. നല്ല അലുവ. നല്ല അലുവ. തൊട്ടുകൂടാ തീണ്ടുകൂടാന്നൊക്കെ നിനക്ക് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞുകൂടായിരുന്നോ? രൂപ എത്ര ഇൻവെസ്റ്റ് ചെയ്തെന്ന് അറിയാവോ? മനുഷ്യനെ ഒരുമാതിരി. ഓ ദാ വരുന്നു. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേരെ. അടുത്ത ശനിയാഴ്ച ഇനി ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ. ശ്രീരാമലക്ഷ്മണന്മാരെ, ശിവരാമലക്ഷ്മണൻ സാറേ, ശ്രീരാമലക്ഷ്മണൻ സാറ് കന്യമാസത്തില് തിരുവാതിര തുടങ്ങിയോ? ദുശകുനം. ഈ പരിസരത്ത് കണ്ടുവരുത് കേട്ടാ. എന്നാ പറ്റി? നാശങ്ങൾ. അങ്ങോട്ട് കയറി മോനങ്ങോട്ട് നിൽക്ക്. മാടുകളെ ചന്തയെ കൊണ്ടുവന്നാലോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു? അടുത്തൊന്നും ഡേ കെയർ ഇല്ലാത്തോണ്ടാ ഇവരുടെ ഈ അഹങ്കാരം. എടോ, തന്റെ മാഡത്തിനോട് പറ ഈ കൊടുസ് വണ്ടി ഒന്ന് മാറ്റാൻ. മുകുന്ദന്റെ അമ്മായിച്ചനല്ലേ വരുന്നേ? അമ്മായിയച്ഛനല്ല, ദൈവദൂതന. അച്ഛനെന്താന്നും മിണ്ടാത്തെ? ജോലി സ്വർണ്ണവരപ്പാണെങ്കിലും എന്റെ ജീവിതം ചെമ്പ് പോലെയാ. മക്കൾക്കറിയാവല്ലോ. മുകുന്ദേട്ട മുക്കുവണ്ടവും കൊണ്ട് ബാങ്കിലോട്ട് വന്ന മാറ്റുരച്ച് അച്ഛൻ അതങ്ങ് ഒറിജിനൽ ആണെന്ന് പറയണം. അത്രയോ വേണ്ടു അച്ഛാ. ഇത്രയും കൊല്ലമായിട്ട് അന്നം തരുന്ന തൊഴിലിൽ ഞാൻ ഇങ്ങനൊരു കള്ളം കാണിച്ചിട്ടില്ല. മാത്രവുമല്ല, റിട്ടയർഡ് ആവാൻ അച്ഛനെ 3 മാസമേ ഉള്ളൂ. അതും എനിക്കറിയാം. ഒരേ ഒരു മാസം കൊണ്ട് പണയം വെച്ച മുക്കൊണ്ട ഞാൻ തിരിച്ചെടുത്തിരിക്കും. അച്ഛാ, 1 ലക്ഷം രൂപ ബിസിനസ്സിലിട്ടോ നമ്മള് രക്ഷപ്പെടും അച്ഛാ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കള്ളം കണ്ടെന്റെ മോള് രക്ഷപ്പെടുമെങ്കിൽ അച്ഛനത് ചെയ്യാം. പക്ഷെ റിട്ടയർഡ് ആവാൻ ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. അത് മറക്കരുത്. തങ്കം, അച്ഛന് ചായം പലഹാരം കൊടുക്ക്. പുട്ടായാലോ? അല്ലെങ്കിൽ വേണ്ട, ഇഡലിയാ. വേണ്ട വേണ്ട, അച്ഛൻ ഇടിയപ്പോ നല്ലത്. ഇടിയിപ്പ വേണ്ട. ചേരുന്നതിന് മുമ്പ് ഈ ബിസിനസിന്റെ ബേസിക് തിയറി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 10,000 രൂപ അടച്ച് ഒരു സൈറ്റ് എടുത്താൽ അതുപോലെ 10,000 മുടക്കാൻ കഴിവുള്ള മറ്റ് 2 പേരെ പിടിക്കണം. ആ 2 പേർ വീണ്ടും 10,000 മുടക്കാനുള്ള മറ്റ് 2 പേരെ കണ്ടുപിടിക്കണം. അങ്ങനെ പിടിച്ച് ഒടുവിൽ പോലീസ് നിങ്ങളെ പിടിക്കും. പേടിച്ചോ? പേടിച്ചു. ഞാനും പേടിച്ചു. നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനും പോസിറ്റീവ് എനർജി ഇല്ലാതാക്കാനും ഇതുപോലെ പലരും ശ്രമിക്കും. പതറരുത്, പതറാൻ പാടില്ല. എന്റെയും ഭാര്യയുടെ മക്കളുടെ പേര് ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ, വെരി ഗുഡ്. മുകുന്ദനെ എന്റെ അടി ചേർത്താ മതി. സത്യം പറയാലോ, താമസിയാതെ നിങ്ങൾ 2 പേരും കാക്കകളോ? കാക്കകളോ? ഞങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ക്രോറിനെ ഷോർട്ടായി ക്രോ എന്നാണ് പറയാറ്. ക്രോ എന്ന് വെച്ചാൽ മലയാളത്തിൽ കാക്ക എന്നർത്ഥം.
നിങ്ങൾ രണ്ടുപേരും ഈ പ്രസ്ഥാനത്തിലൂടെ കാക്കകൾക്ക് അധിപതിയായി തീരും. എന്ന് വെച്ചാൽ കോടിപതികൾ, ക്രോർപതി, ലക്കി പേഴ്സൺസ്. ഇനി അങ്ങോട്ട് മുകുന്ദന്റെ പടയോട്ടമാണ്. എല്ലാം മറന്ന് ഫ്രഷ് മൈൻഡോടെ വേണം കസ്റ്റമർ മീറ്റ് ചെയ്യാൻ. ഒരാളെ ഒത്തു കിട്ടിയാൽ അയാളുടെ മനസ്സ് ബ്ലോട്ടിംഗ് പേപ്പർ പോലെ നമ്മൾ വലിച്ചെടുക്കണം. ഞാൻ DDയുടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി തരാം. ഡിഡിയുടെ ഫോട്ടോ സ്റ്റാറ്റോ അതെന്തിനാ? ഈ ആഴ്ച നിനക്ക് വന്ന കമ്മീഷൻ ചേരാൻ അറച്ചു നിൽക്കുന്നവരെ അത് കാണിച്ച് വേണം വീഴ്ത്താൻ. ചുമ്മാ ഒരു സൂത്രപ്പണി. ഞാൻ അങ്ങനെ പലരെയും വീഴ്ത്തിയിട്ടുണ്ട്. You have improved a lot. Thank you, sir. നമുക്ക് നെഗറ്റീവായി സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വീട്ടിലായിരിക്കണം ഫാമിലി മീറ്റിംഗ് വെക്കേണ്ടത്. Correct. അങ്ങനെയാണെങ്കിൽ അടുത്ത മീറ്റിംഗ് ശിവരാമകൃഷ്ണന്റെ വീട്ടിൽ വെക്കാം. ഭാര്യയ്ക്ക് ഭയങ്കര എതിർപ്പാ. എങ്കിൽ അടുത്ത മീറ്റിംഗ് ശിവരാമകൃഷ്ണന്റെ വീട്ടിൽ തന്നെ അത് വേണോ? വേണം. ഞങ്ങൾ രണ്ടുപേരും കൂടി ശിവരാമകൃഷ്ണന്റെ ഭാര്യയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. ഇത് തീക്കളിയാവും. നീ കരുതും പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഈ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. അവർക്ക് കൊടുക്കാൻ അധികം പാലൊഴിക്കാതെ ഒരു ഇത്തിരി ചായയും പിന്നെ കഴിക്കാൻ 2 ബിസ്ക്കറ്റും. അത് പിന്നെ പട്ടി ബിസ്ക്കറ്റ് ആയാലും മതി, അവറ്റകൾ തിന്നോളും. ശിവേട്ടാ, ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഇങ്ങനൊരു മീറ്റിംഗ് ഈ വീട്ടിൽ നടക്കില്ല. നിങ്ങളുടെ ബിസിനസ് വീട്ടിന് വെളിയില്. എന്റെ പപ്പിക്കുട്ടിയല്ലേ, ഈ ഒരു പ്രാവശ്യം മാത്രം. ഇല്ലെങ്കിൽ നിന്റെ ശിവേട്ടൻ ബോസിന് മുമ്പിൽ കൊച്ചാവും. ശിവേട്ടന് വേണ്ടി ഓഫീസിൽ ഞാൻ കൊച്ചാവാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതിന്റെ പകുതിയെങ്കിലും ആത്മാർത്ഥത സ്വന്തം തൊഴിലിനോട് കാട്ടിയിരുന്നെങ്കിൽ കഷ്ടം. അപ്പൊ നിനക്ക് സ്വന്തം തൊഴിലാണോ പ്രധാനം? ആരാ? വീട്ടുജോലിക്ക് വന്നതാ. മാഡത്തിന്റെ അമ്മയാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. രണ്ടിടത്തും കൂടി പാർട്ട് ടൈമായി നിൽക്കാനാ പറഞ്ഞേ. അത് കൊള്ളാം. ഇതിനു മുൻപ് എവിടെയാ ജോലിക്ക് നിന്നത്? ആ വർമ്മ സാറിന്റെ വീട്ടില്. ഏത്? ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വർമ്മ സാറോ? അതെ. അറിയാം. എന്താ അവിടെ വേണ്ടെന്ന് വെച്ചത്? നിങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം അറിയും. അതുകൊണ്ട് ഞാൻ സത്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കാം. ആ വർമ്മ സാറേ എന്നെ കെട്ടിപ്പിടിച്ചു. അത് ഇഷ്ടമായില്ല. വൃത്തികെട്ടവൻ. അയ്യേ, ജോലിക്കാരിയായ ഇങ്ങനെ വേണം. ഇഷ്ടമല്ലാത്ത ഒരു പ്രലോഭനത്തിന് കൂട്ടു നിൽക്കരുത്. എനിക്കല്ല, ആ വർമ്മ സാറിന്റെ ഭാര്യയൊക്കെ ഇഷ്ടപ്പെടാത്തത്. അയ്യേ. നടക്ക്. അകത്തേക്കല്ല, പുറത്തേക്ക്. അയ്യോ, അപ്പൊ എന്റെ ജോലി? എനിക്ക് ജോലി ഉണ്ടാക്കരുത്. സ്ഥലം വിട്ടോ. പൊയ്ക്കോ. നിന്റെ കഷ്ടപ്പാട് ഓർത്ത അമ്മ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഭാര്യമാരെ എത്ര വേണമെങ്കിലും കിട്ടും. ഈ കാലത്തൊരു വേലക്കാരി കിട്ടാനാണ് പാട്. വേലക്കാരി അല്ലാതെ എനിക്ക് എന്റെ ഭർത്താവിനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. ഇവളെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനിവിടെ വെറുതെ നിൽക്കുമല്ലായിരുന്നു. സാറേ, സരസു ചേച്ചിനെ കയറി പിടിച്ചാൽ കാര്യം നടക്കും. വൃത്തികെട്ടവന് എന്നെ അതിന് കിട്ടില്ല. ഞാൻ സ്ട്രിക്റ്റ് ആണേ. എന്റെ സാറേ, ഞാൻ പറഞ്ഞത് മുഖസ്തുതിയുടെ കാര്യമാണ്. ചേച്ചിനെ ഒന്ന് പുകഴ്ത്തിയാ മതി, സംഗതി കിളി. വാ, ഇത് വീടായി. പൂട്ടിയിട്ടേക്കുന്ന കണ്ട ട്രഷറിയാന്ന് തോന്നും. ഞായറാഴ്ച ആയതുകൊണ്ട് ആ സെക്രട്ടേറിയറ്റും വീട്ടിലുണ്ടാവും. അപ്പൊ ഒരു വെടിക്ക് 3 പക്ഷി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അതായത് അപ്പൊ ഒന്നുകൂടെ പറയാം. ഇത് ശങ്കരണ്ണൻ, ഇത് ഗൗരി. ശങ്കരണ്ണന്റെ കാലിൽ സരസു ചേച്ചിയെ ഇടും. എന്റെ പൊന്നെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. മുടിഞ്ഞ വെയിറ്റ് ആണ് ഇവക്ക്. എന്റെ കാലിൽ നീര് വരുമെന്ന് ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞത്. ശരി. അപ്പൊ ഇതാ പരിപാടിയല്ലേ? കാലത്തെ വന്നങ്ങ് കൊത്തി. മിടുക്കൻ. സാരമില്ല, നീ എന്റെ റൈറ്റ് ലെഗിലായതുകൊണ്ട് ഇതും എന്റെ അക്കൗണ്ടിൽ വരും. KCB ചേച്ചി വിചാരിച്ച ഒരുപാട് പേരെ ചേർക്കാം. പിന്നെ ഒരു പവർ ഹൗസ് അല്ലേ ഈ ഇരിക്കുന്നത്. ഇവരുടെ പവർ വെച്ച് തന്നെ ഒരുപാട് പേരെ ചാർജ് ചെയ്യാന്ന്. സത്യം പറയാലോ, മലേഷ്യക്ക് ഫാമിലി ട്രിപ്പ് പോകാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാനിത് ചേർത്തത്. പിന്നെ 7-സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യാമല്ലോ. അല്ലേ മോളെ? ഞങ്ങൾ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ടൂർ പോയതോ ആ കന്യാകുമാരി വരെ. അല്ലേ മേ? എന്തായാലും ക്ലാസ് കിടക്കാം. കുട്ടി ഉറങ്ങുന്നു. ഒന്ന് എഴുന്നേക്ക് മനുഷ്യൻ. അവരിറങ്ങി. ഫ്ലൈറ്റ് മലേഷ്യയിലെത്തിയോ? എത്തി. ഇറങ്ങ. ഇത്ര പെട്ടെന്ന്? പിണ്ടിപ്പോരുത്. എന്താന്നറിയില്ല, ഈ ദുർവാസ്രാവിന്റെ വേഷം ഇട്ടതിന് ശേഷം ചുമ്മാ അങ്ങ് ശപിക്കാൻ തോന്നുക. ഞാനൊന്ന് ശപിച്ചാലോ? അയ്യോ, വേണ്ടേ. അല്ല ബോബിച്ചോ, സ്ഥലം വല്ല നോട്ടം ഉണ്ടെങ്കിൽ പറയണം. താനിപ്പോ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ? സർക്കാർ ഓഫീസിലെ ഫോൺ, ഡിപ്പാർട്ട്മെന്റ് വക വണ്ടി, ഓഫീസിൽ തന്നെയല്ലേ രാജപ്പന്റെ ബ്രോക്കർ പണി. ഈ സീരിയൽ അഭിനയത്തെക്കാൾ സുഖമുള്ള ഏർപ്പാടാ.
ഒറ്റ ഫോൺ കോളിലല്ലേ കച്ചവടം. പിന്നെ തൊട്ടവനെ തൊട്ട കമ്മീഷൻ വേറെ. നോക്കിയേ, ഭൂമി കുലുക്കത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് പക്ഷി മൃഗാദികളിൽ നിന്നാണ്. ഒരു കയ്യിൽ കോഴി, അതേ കയ്യിൽ തന്നെ സിനിമ സീൻ, കച്ചത്തിലോ മദ്യക്കൊപ്പി. അപ്പൊ ഉറപ്പിച്ചോളൂ, നാളെ ഹർത്താൽ. നേരെയാണോ? ഈ ദുർവാസറാവ് വെറും വാക്ക് പറയില്ല. ശങ്കരണ്ണ നാളെ ഹർത്താലാ? പിന്നെ സർക്കാർ എന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഹർത്താലാ. നാളെ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. നാളെ ഹർത്താലാ? അതെ, ഹർത്താല. നമ്മുടെ പ്രവചനം ഫലിക്കില്ല. ആശ്വാസമായി. സരക്ക് വന്നിരിക്ക്, എടുത്തു വെച്ചിരിക്ക്. ഹർത്താൽ ഇപ്പൊ ആഘോഷമായി. ആഘോഷമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശീയോത്സവമാണ്. സരക്ക് വന്നിരിക്ക്. അത്രയ്ക്കായോ നീ? മോഷ്ടിച്ചിട്ടാ? എന്താ എന്താ നമ്മുടെ വീട്ടിൽ കയറി കാശ് മോഷ്ടിച്ചു. കയ്യോ പിടികൂടെ ഇവനെ. എന്താ അന്യായം നിങ്ങൾ കാണിക്കുന്നത്? എന്തുവാ ഇത്? നിങ്ങൾ എല്ലാം കൂടെ തരിക, പാവം ചത്തുവത്തേ ഉള്ളൂ. വേണ്ട കൊല്ലാ വേണ്ടത്. കാശ് അതെ, മോഷിച്ചിട്ട് ദേ നിൽക്കുന്ന എന്റെ ജോലിക്കാരി, അവളാ കൈയോടെ പിടിച്ചേ. നേരാ സാറേ, കാശ് മോഷ്ടിച്ച് എന്നെ കണ്ടത് ഒറ്റ ഓട്ടം. കള്ള്. എടാ, ഇവര് പറഞ്ഞ സത്യമാണോ? നീ കാശ് മോട്ടിച്ചോ? പിടിച്ച് പോലീസിലേപ്പിക്കാൻ വേണ്ടത്. ഞങ്ങള് കാരണവും മോഷ്ടിച്ചത്. കൂട്ടുകാരുടെ ഒരു പഴയ കമ്പ്യൂട്ടറിന് വില പറഞ്ഞ് ഉറപ്പിച്ചതാ. വാങ്ങിക്കൊടുക്കാൻ പറ്റണില്ല. മാസാദ്യം കൈ നിറയെ പണമുണ്ടെന്ന് ആശ്വസിക്കുകയും രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പെടാപ്പാട് പെടുകയും ചെയ്യുന്ന ഒരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥനെ ഇവരുടെ ഈ കണ്ണീരിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഇവൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ ഈ പ്രായത്തിൽ നമ്മളാണെങ്കിൽ പോലും മോഷ്ടിച്ചു പോകും. അതെ അതെ അതെ. ആരാ മോഷ്ടിച്ചത്? എവിടെയാ കള്ളൻ? CI ലംബോദരന്റെ അധികാര പരിധിയിൽപ്പെട്ട കോളനിയാ ഇത്. ഇവിടെ ഒരു മോഷ്ടാവിനെയും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, മനസ്സിലായോ? സാറ് ട്രിവാൻഡ്രം ട്രാഫിക്കിൽ ഇരിക്കുമ്പോഴേ എനിക്കറിയാം. വിളിച്ചപ്പാടം ചെയ്യുന്ന വെളിപ്പേര്. രഹസ്യമാക്കണ്ട, പരസ്യമായിട്ട് വിളിച്ചു കൂവ്. വെളിച്ചപ്പാടൻ CI എന്ന് തന്നെയാണ് എന്റെ ഇരട്ട പേര്. വിളിച്ചപ്പാട് CI. എന്താണോ തന്നെക്കാളും വലിയ കുപ്പിയൊക്കെ ആയിട്ട്? നാളെ ഹർത്താലല്ലേ സാർ? അതുകൊണ്ട് പ്രതികളെ തുള്ളിച്ചും ചാടിച്ചുമാണ് ഞാൻ കേസുകൾ തെളിയിക്കുന്നത്. അറിയാമോ? തന്നെ തുള്ളിക്കണം. അല്ല, കഴിഞ്ഞ ആഴ്ച സാറിന് തുള്ളിച്ചതാ. അറിയാലോ. എന്താണോ ചിരിക്കുന്നത്? താനാരാ? ഞാൻ സീരിയൽ നടന്ന ദുർവാസറാവ്. സ്രാവാണെങ്കിലും തിമിംഗലമാണെങ്കിലും ഈ വേഷത്തിൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ വെട്ടി നുറുക്കി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. മനസ്സിലായി. ഫോണിൽ വിളിച്ച് പരാതിപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ആരാണ് ത്രേസ്യക്കുട്ടി? താനാണോ? അല്ലേ? മാറിക്കണ അങ്ങോട്ട്. ആരാ? ആരാന്ന്? ഞാനാണ് സാർ. സാർ, ഇവൻ. അപ്പം മനസ്സിലായി. ഇവനാണ് മോഷ്ടാവ്. നമുക്കിന്നൊരു 1 ഡേ ടെസ്റ്റ് കളിക്കാം. നീ ജീപ്പി കയറും. സാർ, അവനൊരു കയ്യബദ്ധം പറ്റിയതാ. സാർ ഇങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ്. എന്താ? കുഞ്ഞു മനസ്സാ. അപമാനം കൊണ്ട് അവൻ എന്തെങ്കിലും വേണ്ടാതനം കാണിച്ചാ? താൻ പോലീസിനെ പള്ളിയിലച്ചനാക്കാൻ നോക്കാണോ? അല്ല സാർ. അല്ല സാർ, ഇവിടെ മെനക്കെട്ട് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും Shut വേണം. up! താൻ കൈക്കൂലി തന്നെ സ്വാധീനിക്കാൻ നോക്കാണോ? ഞാൻ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ്. അണ്ടർസ്റ്റാൻഡ്? അല്ല, അവൻ നല്ലപോലെ പഠിക്കുന്ന ഒരു പാവം പയ്യനാ സാർ. മാഡം വിഷമിക്കണ്ട, ഞാൻ കേസ് ചാർജ് ചെയ്യുന്നില്ല. ഇവനെ പോലെ നന്നായി പഠിക്കുന്ന കുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണം എന്തെന്നറിയാമോ? ഇല്ല. ഉറക്കമില്ലായ്മ. അതുകൊണ്ട് ഇവന് ഷാങ്ഹായ് കമ്പനിയുടെ ഒരു ജാപ്പനീസ് കിടക്ക നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഷാങ്ഹായ് കമ്പനിയുടെ ഈ ഏരിയയിലെ സോൾ ഡിസ്ട്രിബ്യൂട്ടർ ഞാനാണ്. എന്റെ കയ്യിൽ നിന്നും നിങ്ങൾ ഒരു ഷാങ്ഹായ് കിടക്ക വാങ്ങണം. 4 ഷാങ്ഹായ് കിടക്കകൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ഷാങ്ഹായ് കിടക്ക ഫ്രീ. മാത്രമല്ല 4 ഷാങ്ഹായ് കിടക്ക 4 പേർക്ക് നിങ്ങൾ 6 മാസം തുടർച്ചയായി നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ പ്ലസ് ഷാങ്ഹായ് കമ്പനി വക ഒരു ഹ്യുണ്ടായി കാർ ഫ്രീ. അപ്പൊ സാറും MLM-ന്റെ ആളാണല്ലേ? അതെ. ഈ പ്രോഡക്റ്റ് മാത്രമല്ല, വേറെ നിറച്ച പ്രോഡക്ട്സ് ഉണ്ട്. ഉദാഹരണത്തിന് കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാനുള്ള നേത്രാജി. നേതാജി അല്ല, നേത്രാജി. മാറിക്കിടങ്ങോട്ടെ. പിന്നെ മുടിയുടെ അഴക് വർദ്ധിപ്പിക്കാനുള്ള ലവണ തൈലം വേണോ? അല്ല, ഉള്ളത് അവിടെ തന്നെ ഇരുന്നോട്ടെ സാർ. ആയിക്കോട്ടെ, വിരോധമില്ല. എന്നാ പിന്നെ കോൺസ്റ്റബിൾ, ഷാങ്ഹായ് കമ്പനിയിൽ ചേരാനുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ഈ കോളനിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും കൊടുത്തേക്കും. എല്ലാവരും ചേരണം. എന്തായാലും നിങ്ങൾക്ക് സുഖകരമായ ഉറക്കം ലഭിക്കാൻ ഷാങ്ഹായ് ജാപ്പനീസ് ബെഡ്സ്. ഓക്കെ, മറക്കരുത്. എന്റെ അമ്മോ, പിടിച്ചതിലും വലുതാണോ മാളത്തില് ഷാങ്ഹായ്? നല്ല വർക്കാ. എന്റെ ക്രേസാ ഈ കരിമണിമാല. അതെനിക്കറിയാലോ. ആളൊഴപ്പനാണെങ്കിലും ശിവരാമകൃഷ്ണൻ വാക്ക് പാലിച്ചു. ഞാൻ പോട്ടെ. ഇതിന്റെ കൊളുത്തിടാൻ പറ്റുന്നില്ല. ശിവരാമകൃഷ്ണ, ഇതിന്റെ കൊളുത്തൊന്നിട്ട് തന്നെ. അത് വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി, ശരിയാവും. പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് കഴുത്തിലണിഞ്ഞാലേ എന്റെ കൊതി തീരുള്ളൂ. പ്ലീസ്. ഇത്രയും വിലയുള്ള മാല വാങ്ങിച്ചു തന്നിട്ട് ഒന്ന് കൊളുത്തിടാനാണോ മടി? താ, ഈ മുടിയൊന്ന് മാറ്റിയേ. ഇതിന്റെ കൊളുത്ത് ശരിയല്ല, അതാ.
ആ മെഷർമെന്റ് ഫയൽ എടുക്കാൻ വന്ന അപ്പോഴാ ഈ കഴുത്തിന്റെ മെഷർമെന്റ് അല്ല ഈ ഫയലിന്റെ കൊളുത്ത്. വീട്ടിൽ പോയി ഇട്ടാ മതിയെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. മാല നൂലാമാലയായി. ആ പത്മിനി ഒന്ന് നിന്നേ, ഞാൻ വരുന്നേ. ഞാൻ പത്മിനിയെ കാണാൻ കാത്തിരിക്കായിരുന്നു. എന്താ നിങ്ങൾക്ക് DD വന്നോ? DDയോ? നിങ്ങളെ പോലെ ഞങ്ങൾ ചേർന്നിട്ടുണ്ട് ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ. DD കഴിഞ്ഞ ചൊവ്വാഴ്ച വരുമെന്നാ മുകുന്ദേട്ടൻ പറഞ്ഞത്. ഇതിപ്പോ 1 മാസം കഴിഞ്ഞു. രൂപ ചില്ലറയൊന്നും അല്ല, 1 ലക്ഷം ഇട്ടത്. മുകുന്ദേട്ടനാണെങ്കിൽ ഇപ്പൊ കുടുംബത്തിലെ കാര്യം അന്വേഷിക്കാൻ പോലും നേരെയില്ല. ഇതിനു വേണ്ടി അലച്ചില് തന്നെ അലച്ചില്. ശിവരാമകൃഷ്ണനെ വിശ്വസിച്ച ചേട്ട ഇതിലിറങ്ങിയത്. ഒന്ന് പറഞ്ഞേക്കാം, ആ മനുഷ്യന്റെ ഒരു കാര്യം എന്നോട് ചോദിക്കരുത്. ഓഫീസിൽ സ്വൈര്യമില്ല, ഇവിടെയും. എനിക്ക് മാപ്പ് തരണം. എന്നെ തൊട്ടുപോരുത്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളുടെ കൂടെ പോയി പുറത്തായിരുന്നില്ലേ? നീ കണ്ട ഒന്നും സത്യമല്ല. നിന്റെ മൂകാംബിക അമ്മയാണ് സത്യം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പോയി എന്റെ മുന്നിൽ. ഇമോഷണൽ ആവാതെ പപ്പി, നീ ശാന്തയാവും. ശാന്തയോ? ഏതവളത്? ആ ശാന്തയല്ല, ശാന്തം, കൂളാവാൻ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പേരും പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളോടൊപ്പം സഹവാസം. നാണം കെട്ട ജന്മം. മാല കെട്ടിക്കൊടുക്കുന്നു. കൊളുത്ത് പൊട്ടിയെന്ന് പറഞ്ഞപ്പം സഹപ്രവർത്തകയല്ലേ എന്ന് കരുതി സഹായിച്ചതാ. ആ മാല ഇങ്ങനെ ഒരു കൊളുത്താവുമെന്ന് കരുതിയില്ല. എന്റെ തല തെറിച്ചു പോട്ടെ, എവിടെ വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ഒരു ദുരുദ്ദേശവും എന്റെ മനസ്സിലില്ലായിരുന്നു. ത്രേസ്യക്കുട്ടി നേരിൽ കണ്ട് കുരിശു തൊട്ട് സത്യം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. എന്തിനാ ഇനി ഒരു കുരിശ്? ഓഫീസ് വിട്ട വീട്, വീട് വിട്ട ഓഫീസ്. ഭാര്യ അങ്ങനെ സ്നേഹിക്കുന്നവനായിരുന്നു ആ മുകുന്ദൻ. അയ്യോ, അതിന് സ്നേഹമെന്നല്ല, മാനസിക രോഗമെന്നാ പറയുന്നത്. അയാളുടെ ഭാര്യ വന്ന് പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. നിങ്ങൾ ഒറ്റ കാരണം ആ കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുക. ഫോൺ അച്ഛനോടും അമ്മയോടും ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ത്രേസ്യ കുട്ടിയെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു. നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിക്കുക. എന്റെ പപ്പിക്കുട്ടി ചെന്ന് ഫോൺ എടുക്ക്. ഓക്കെ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരിക. ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലോ. ഹലോ. ഇതെന്താ പോകുന്ന വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട്? നമ്മുടെ ഏകാംഗ നാടകമല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അല്ല, ഇതാരെ പുതിയ ഗസ്റ്റ്? സോറി, ഇതെന്റെ ഗൾഫിലെ സുഹൃത്താ. സുഹൃത്ത് മാത്രമല്ല, ബിസിനസ് പാർട്ണർ. ഓ, ഐ ആം ആകാശ് മിത്ര. ഹലോ. ആകാശ് മിത്ര, പേര് കേട്ടിട്ടൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ടല്ലോ. അതെ, അച്ഛൻ ബംഗാളിയാ, അമ്മ മലയാളി. അതെ. ഗൾഫിൽ ഞങ്ങൾ ചേർന്ന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. ആഹാ, മൂന്നിന്റെ അമ്മായിച്ചനല്ലേ വരുന്നേ? അമ്മായിച്ചനല്ല, കാലനാ, കാലൻ. ദൈവദൂതന് ഇപ്പൊ കാലനായ? അല്ല, കാലിന് വയ്യല്ലോ, അതുകൊണ്ടാ കാലൻ എന്ന് പറഞ്ഞത്. ഞാനിപ്പോ വരാം. നിക്ക്. എങ്ങോട്ടാ? വീട്ടിലോട്ട്. ദയവായി അച്ഛൻ ഇപ്പൊ വീട്ടിലോട്ട് പോകണ്ട. എന്താ? അല്ലെങ്കിൽ തന്നെ ചെവിയിൽ മൂട്ട കയറിയ പോലെ. ഇനി അച്ഛനും കൂടെ ചെന്നാ എനിക്ക് അവൾ ഒരു മനസമാധാനം തരില്ല. ബാങ്കിൽ നിന്ന് വിരാൻ 2 മാസം പോലും ഇല്ല. അത് ഓർമ്മിപ്പിക്കാൻ വന്നതാ. അറിയാം. എല്ലാ ഉരുപ്പടികളും മാറ്റിവെച്ച് മാനേജറെ രേഖാമൂലം ബോധ്യപ്പെടുത്തിട്ട് വേണം എനിക്ക് ബാങ്കിന്റെ പടി ഇറങ്ങാൻ. അതിനുള്ള യോഗം ഉണ്ടാവുമോ? ഉണ്ടാവും. ഞാൻ അച്ഛനെ ജയിലിൽ വന്ന് കണ്ടോളാം. ജയിലിലോ? ജയിലല്ല, ബാങ്കില്. ഞാൻ കൊടുക്കുക. അത് കരിനാക്കാകാതിരിക്കട്ടെ. പോട്ടെ മോനെ. മുരുകാ, വേലായുധാ, അവസാന കാലത്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. രക്ഷപ്പെട്ടു. ഇവനെന്താ വട്ടം ചാടി ചാവാൻ പോകുന്നു? നിന്നെ കൊന്നിട്ട് എനിക്ക് ചാവാൻ ഉദ്ദേശമുള്ളൂ. നിന്നെ ഒറ്റൊരുത്തനെ വിശ്വസിച്ചാ ഞാനിത് ചേർത്തതും മറ്റു പലരെ ചേർത്തതും. ഇപ്പൊ 1 മാസമായിട്ട് ചെക്കുമില്ല, ഡിഡിയില്ല. നീ ഇങ്ങനെ നെർവസ് ആയാലോ? നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഒക്കെ ശരിയാവും. എപ്പ ശരിയാവനാ? പിറന്നാളിന് കിട്ടേണ്ടത് ചാവടി യന്ത്രത്തിന് കിട്ടിയാൽ മതിയോ? നീ എന്താ ആലോചിക്കുന്നത്? അല്ല, നീ ഇത് പറഞ്ഞപ്പം എനിക്കും ഒരു ഉൾഭയം. ഈ നാട്ടുകാര് തല്ലിക്കൊന്ന് നമ്മുടെ ചാവടിയന്തരം പാക്കേജ് ആയിട്ട് നടത്തുവോന്ന്. ശിവരാമകൃഷ്ണ. അതേടാ, നെറ്റിൽ നമ്മുടെ സൈറ്റ് ഇല്ല. ശിവരാമകൃഷ്ണ,
അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ആ പൂപ്പൂ പാപ്പിയെ കാണാൻ ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ. ഒരു ധൈര്യത്തിന് വേണ്ടി നീയും കൂടെ വാടാ മുകുന്ദ പ്ലീസ്. ഈ ഞാൻ പൂപ്പൂ പാപ്പി എന്ന് വിളിക്കുന്ന പുത്തൻപുരയിൽ പത്മനാഭുകളാണെങ്കിൽ ഒരുത്തന്റെ ഒരു ചുല്ലി പൈസ പോലും നഷ്ടമാവില്ല. അപ്പൊ നെറ്റിൽ നിന്ന് നമ്മുടെ സൈറ്റ് അപ്രത്യക്ഷമായതോ? അസൂയ വൈറസ് എന്ന് കേട്ടിട്ടുണ്ട്, നെറ്റിൽ അസൂയ കയറിയെന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാ. ഞാൻ പറഞ്ഞത് നെറ്റിലല്ല, റിസർവ് ബാങ്കിനാ. RBIയുടെ പ്രത്യേക സ്ക്വാഡ് നമ്മുടെ ഇൻകത്തിന്റെ സോഴ്സ് ചോദിച്ച് കോടിക്കണക്കിന് രൂപയുള്ള നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അതായത് മരവിപ്പിച്ചിരിക്കുന്നു. നാടാകെ പടർന്ന് പന്തരിച്ചിരിക്കല്ലേ നമ്മുടെ പ്രസ്ഥാനം. എങ്ങനെ അസൂയ തോന്നാതിരിക്കും? ഞങ്ങളെ വിശ്വസിച്ച് ഭാര്യമാരുടെ കെട്ടുതാലി വരെ വിറ്റ് ഇതിൽ ചേർന്നവരുണ്ട്. അതുങ്ങൾ കെട്ടിത്തൂങ്ങാനിടയാവരുത്. ഒന്നും സംഭവിക്കില്ല മിസ്റ്റർ ശിവരാമകൃഷ്ണൻ. പുതിയൊരു ഓസ്ട്രേലിയൻ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രോഷർ തരട്ടെ. ആദ്യം ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ. രണ്ടാഴ്ചയ്ക്കും എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ആകും. നിങ്ങളുടെ ഊർജ്ജസ്വരരായ പ്രവർത്തകർ ചേർത്തുകൊണ്ടേ ഇരിക്കട്ടെ. നിങ്ങളുടെ പോക്കറ്റ് വീർത്തുകൊണ്ടേ ഇരിക്കും. നാട്ടുകാർ ഞങ്ങളെ ഓട്ടിച്ചിട്ട് ചാർത്തിക്കൊണ്ടേയിരിക്കും. ബാത്റൂമിൽ പോയിട്ട് ഒരു തീരുമാനമാകാതെ ഞങ്ങൾ ആരെയും ചേർക്കുന്ന പ്രശ്നമേ ഇല്ല. 2 ആഴ്ചക്കകം അടച്ച കാശിൽ ഒരു പരിഹാരം ഉണ്ടായിരിക്കണം. ബാങ്കിലെ മുക്കുവണ്ട എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സത്യമായിട്ട് തന്റെ കൊടരമണ്ട ഞങ്ങൾ എടുക്കും. ലാർജ് ഇൻഡസ്ട്രി ഓർ സ്മോൾ ഇൻഡസ്ട്രി? എന്നാലും നിങ്ങൾ എന്റെ അച്ഛനെ വഴി തടഞ്ഞു നിർത്തി പറഞ്ഞു വിട്ടില്ലേ? അതെന്തിനായിരുന്നു? പറഞ്ഞു വിട്ടെന്നോ? ആരെ? നിന്റെ അച്ഛനെയോ? എപ്പോ? മൂന്തേട്ടോ, എന്നോട് ഈ പൊട്ടം കളിക്കല്ലേ. ഒരു ആശ്വാസത്തിന് ആ പാവം ഇങ്ങോട്ട് വരുന്നത്, എന്നിട്ട് പിച്ചക്കാരനെ പോലെ വഴിയിൽ നിർത്തി പറഞ്ഞു വിട്ടിരിക്കുന്നു. എന്താ ഉത്തരം ഇല്ലാത്ത? ഞാൻ ഉത്തരം പറഞ്ഞാലേ എല്ലാരും ഉത്തരത്തിൽ കെട്ടി ചാകേണ്ടി വരും. ഏത് നേരത്താ എനിക്ക് ബുദ്ധി തോന്നിയത്? മാസാദ്യം കടക്കാരനെയും പറ്റുകാരനെയും മുന്നിൽ നിന്ന് രക്ഷപ്പെടാനാ ഹെൽമെറ്റ് വെക്കാറ്. ഇനിയിപ്പോ ഒരാഴ്ച മുഴുവൻ ഹെൽമെറ്റ് വെച്ച് ജീവിക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നു. എന്തുണ്ടായേ? കമ്പനി പൊട്ടിയോന്നൊരു സംശയം. നീ തളരണ്ട, ഇത് എന്റെ മാത്രം ഒരു സംശയമാ. 2 അറിയാം. തൽക്കാലം കോളനിയിൽ ആരും അറിയണ്ട. ബുദ്ധിപൂർവ്വം കുറച്ചു കാലം ഒന്ന് പിടിച്ചു വെക്കണ്ടേ? തങ്കം, എന്തെങ്കിലും പറഞ്ഞാ പിന്നെ ഇതാ കുഴപ്പം. മോള് പേടിക്കണ്ട, ബോധം വരുമ്പോ എഴുന്നേറ്റുള്ളൂ. അത്രയെങ്കിലും എനിക്ക് സ്വസ്ഥത കിട്ടുമല്ലോ. പിന്നെ മോള് അമ്മയെ നോക്കിക്കോ. അച്ഛനി പോരാ. അമ്മേ അമ്മേ അതെ, മൂന്നസാറിന്റെ ഭാര്യയുടെ ബോധം പോയി. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? അത് പതിവുള്ളതാ, ചികിത്സ വേണ്ട, സമയമാകുമ്പോ എഴുന്നേറ്റുള്ളൂ. എഴുന്നേറ്റല്ല കുഴപ്പം, ഭാര്യയ്ക്ക് ബോധം വരരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കേ മൂന്നസാറ്. ഞാനെല്ലാം അവളോട് തുറന്നു പറഞ്ഞു. അത് വേണ്ടായിരുന്നു. അവള് കാരണം ആ കാഷ് റോളിംഗ് നടന്നത്. അതാ ഇപ്പൊ പാരയായത്. നീ ഒരു ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? നീ ഒന്ന് വീട് വരെ വരണം. അവക്ക് ബോധം വരേണ്ട സമയമായി. ബോധം തെളിയുമ്പോ നീ അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അവള് വീട് വിട്ടിറങ്ങി പോവും. അതാ പതിവ്. ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാ. ഞാൻ അതിൽ ഇടപെടുന്നത് ശരിയല്ല. ഒന്നാമത് നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ്. ഭാര്യ വഴി കാശുണ്ടാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. എടാ, നമ്മൾ ആണുങ്ങളാണ്, സ്വന്തം കാശെടുത്ത് വേണം കളിക്കാൻ. അതാണ് അതിന്റെ അന്തസ്സ്. എടാ, എന്റെ സാഹചര്യം നിനക്കറിയാലോ. അറിയാം എന്ന് കരുതി പാവം ഭാര്യയെ വേദനിപ്പിച്ചിട്ട് വേണോ നിനക്ക് കോടീശ്വരനാവാൻ? അല്ല സാറല്ലേ, അല്ല 2 ആഴ്ചക്കകം എല്ലാം ശരിയാവുന്ന പൂപ്പൂ പാപ്പി വാക്ക് തന്നല്ലേ. ശിവരാമകൃഷ്ണൻ സാറാ ഒന്ന് പറഞ്ഞാ മതി. എടാ തിരുമണ്ട, വാക്കും ചാക്കും കാശിന് പകരമാവില്ലല്ലോ. ശിവരാമകൃഷ്ണ, എന്നെ കൈവഴിയരുത്. എന്റെ ഭാര്യ എന്നെ വിട്ടേച്ചു പോയ. സ്വന്തം ഭാര്യയുടെ കണ്ണുനീരിൽ കുതിർന്ന നോട്ടുകെട്ടുകളായിരുന്നു നീ ഇതിൽ ഇറക്കിയിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വൃത്തികെട്ടവൻ. പപ്പി എന്താ ഇങ്ങനെ നോക്കുന്നത്? ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസാ. എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ ലോൺ എടുത്തോ? അത് പിന്നെ എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചാണല്ലോ തെക്കേലെ വാസു ലോൺ എടുത്തത്. ആക്സിഡന്റിൽ അവൻ മരിച്ചപ്പോ ആ അടവ് എന്റെ തലയിലായി. പിന്നെ ചെറിയൊരു റോളിങ്ങിന് വേണ്ടി ഇതേ ഒരു പോംവഴി കണ്ടുള്ളൂ. താലി കെട്ടിയ സ്വന്തം ഭാര്യയാണ് നിങ്ങൾ ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രോഡാണ് നിങ്ങൾ. ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് ഉറപ്പ് തോന്നുക. അങ്ങനെയൊന്നും പറയരുത്. അത് ഞാൻ പെട്ടെന്ന് തിരിച്ചടച്ചോളാം. പണത്തിന് വേണ്ടി എന്നെ കൊല്ലാൻ പോലും നിങ്ങൾ പഠിക്കില്ല. പേടിയാവുന്നു നിങ്ങൾ. എനിക്ക് അത് ശരി. നിങ്ങൾ പോയില്ലായിരുന്നു? സ്വന്തം ഭാര്യയുടെ കാശ് മറിച്ചായിരുന്നു ഈ കത്തിക്കലൊക്കെ അല്ലേ? വൃത്തികെട്ടവൻ. ഒരേ തൂവൽ പക്ഷികൾ. ഇത്ര പെട്ടെന്ന് പാക്ക് ചെയ്തു.
എന്താ ഇത്? ആരെങ്കിലും കണ്ടാ മോശമല്ലേ? നീ വന്നേ, ചെയ്ത തെറ്റിന് മാപ്പ്. നിന്റെ ശിവേട്ടല്ലേ പറയുന്നത്? വേണ്ട, തടയരുതെന്നെ. സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചോളാം. മടുത്തു, ഇനി വയ്യ. ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി.